തിരുവാതിരവ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? ഈ വർഷത്തെ ആർദ്രാവ്രതം 1194 ധനുമാസം 8 ഞായറാഴ്ചയാണ്. ക്ഷേത്രങ്ങളിൽ ആർദ്രാ ദർശനവും അന്നു തന്നെയാണ്. പാതിരാപ്പൂ ചൂടേണ്ടതും രാത്രി ഉറക്കമൊഴിക്കേണ്ടതും തലേന്ന് ശനിയാഴ്ച രാത്രിയിൽ ആകുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെ പുതിയ തലമുറയുമായി ബന്ധിപ്പിച്ചു നിർത്താനുള്ള ഉൾപ്രേരകങ്ങളാണ് നമ്മുടെ ഓരോ വ്രതങ്ങളും ഉത്സവങ്ങളും ആചരണങ്ങളും. അവയെ കൈവിടാതെ മുറുകെ പിടിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ധനുമാസക്കുളിരും ശിവപാർവതി സ്മരണയും കൈകൊട്ടിപ്പാട്ടിന്റെ ഈണവും പേറിവരുന്ന നെടുമാംഗല്യത്തിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം. ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ശിവപാർവതി വിവാഹം നടന്ന ദിനമായും കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകിയ ദിനമായും ഈ ദിവസത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ആദ്യമായി തിരുവാതിര വ്രതം നോറ്റത് ശ്രീ പാർവതീദേവി തന്നെയാണ്. കന്യകമാർ ഉത്തമ ഭർത്തൃലബ്ധിക്കായും മംഗല്യവതികൾ ഭർത്തൃക്ഷേമത്തിനായും കുടുംബൈശ്വര്യത്തിനായും ആതിരവ്രതം അനുഷ്ഠിക്കുന്നു. മകയിരം, തിരുവാതിര, പുണർദം എന്നീ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കണം. തിരുവാതിര നോയമ്പിൽ അരി ആഹാരം വർജ്യമാണ്. ചേന, കാച്ചിൽ, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ എന്നിവ കനലിൽ ചുട്ട് വിശേഷവിധിയാൽ തയ്യാറാക്കുന്ന നിവേദ്യപ്രസാദം അന്നേ ദിവസം കഴിക്കണം. ഈ നിവേദ്യത്തിന് എട്ടങ്ങാടി എന്ന് പറയുന്നു. മകയിരം നക്ഷത്രം സന്ധ്യാസമയം വരുന്ന സമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത്. ഗണപതി, പാർവതി, പരമശിവൻ എന്നീ ദേവതകൾക്കാണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത്. കിഴങ്ങുകളുടെ തരത്തിൽ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചാമ, ഗോതമ്പ്, കൂവ കുറുക്കിയത് മുതലായവയും കഴിക്കാം. നേന്ത്രക്കായും കിഴങ്ങുകളും വൻപയറും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിരപ്പുഴുക്കും വിശേഷമാണ്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന സുമംഗലികൾ ഓം ശിവശാക്തീക രൂപിണ്യേ നമ എന്ന മന്ത്രം 108 തവണ ഉരുവിടുന്നത് ദാമ്പത്യക്ലേശങ്ങൾ അകലുവാനും ഐക്യമത്യത്തിനും കുടുംബഭദ്രതയ്ക്കും വളരെ പ്രയോജനകരമാണ്. കന്യകമാർ ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഇഷ്ടഭർത്തൃപ്രാപ്തിക്കും, അവിവാഹിതരായ പുരുഷന്മാർ ഓം ഉമാമഹേശ്വരായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഇഷ്ടകളത്രസിദ്ധിക്കും വളരെ ഉപയുക്തമാണ്. പഞ്ചാക്ഷരി മന്ത്രം, ശിവസഹസ്രനാമം, ഉമാമഹേശ്വര സ്തോത്രം, ശിവപുരാണം മുതലായവ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമാണ്. തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസം രാത്രിയിൽ ഉറക്കം ഒഴിവാക്കണം. പാതിരാപ്പൂ ചൂടൽ. ദശപുഷ്പങ്ങളാണ് തിരുവാതിര രാവിൽ അർദ്ധരാത്രി സമയം സുമംഗലിമാർ മുടിയിൽ ചൂടേണ്ടത്. പാതിരാപ്പൂ ചൂടുമ്പോഴും മറ്റും പ്രത്യേകമായ പാട്ടുകൾ പതിവുണ്ട്. ഓരോരോ പുഷ്പങ്ങളായി എടുത്ത് അവയുടെ ദേവതകളെ സ്മരിച്ചുകൊണ്ട് ചൂടുന്നു. ഓരോ പുഷ്പം ചൂടുന്നതിനും ഓരോ ഫലമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ദശപുഷ്പധാരണവും ഫലങ്ങളും. കറുക ആദിവ്യാധി നാശം, പൂവാങ്കുരുനില ദരിദ്ര ദുഃഖശമനം, നിലപ്പന പാപശമനം, കയ്യോന്നി പഞ്ചപാപശമനം, മുക്കുറ്റി ഭർത്തൃസുഖം പുത്രസിദ്ധി, തിരുതാളി സൗന്ദര്യവർദ്ധനവ്, വള്ളിയുഴിഞ്ഞ അഭീഷ്ടസിദ്ധി, ചെറുള ദീർഘായുസ്, മുയൽച്ചെവിയൻ മംഗല്യസിദ്ധി, കൃഷ്ണക്രാന്തി വിഷ്ണുപ്രീതി. പുണർദം നാളിൽ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. പുണർദം നാളിന്റെ ആദ്യ കാൽഭാഗം കഴിയുമ്പോൾ വ്രതം അവസാനിപ്പിച്ച് അരിഭക്ഷണം കഴിക്കാവുന്നതാണ്. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. താമ്പൂലം.